അപ്പോൾ SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ന്യൂസാണ്. നമ്മൾ ഇതിനു മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത അത്രയും ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു മാറ്റത്തിലൂടെ കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നത്. ഈ രണ്ട് വാക്കുകൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഓർത്തു വെച്ചോളൂ. ഹലോ എവ്രിവൺ, SSC റിക്രൂട്ട്മെൻറ്റിൽ ഒരു വളരെ വലിയ മാറ്റം വരാൻ പോവുകയാണ്. സോ നമ്മൾ ഇതിനു മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത അത്രയും ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു മാറ്റത്തിലൂടെ കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നത്. സോ ഈ ഒരു പുതിയ റൂളിൻ്റെ പേര് സ്ലൈഡിംഗ് മെക്കാനിസം എന്നാണ്. സോ സ്ലൈഡിംഗ് മെക്കാനിസം എന്താണ്, ഇതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ ഒരു മെത്തേഡിലൂടെ കൂടുതൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഇപ്പം റിലീസായിട്ടേ ഉള്ളൂ, നമ്മുടെ ഹോട്ട് ടോപ്പിക്കാണ്. ഈ ഒരു റൂളിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് റിലീസായിട്ടേ ഉള്ളൂ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. SSCയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇത് പ്രകാരം നമുക്കറിയാം SSC പോലുള്ള എക്സാംസിൽ അപ്ലൈ ചെയ്ത് സെലക്ഷൻ കിട്ടുന്ന ആൾക്കാർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ആക്ച്വലി ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. എന്നാൽ ചില കേസസിൽ അവർക്ക് ഇത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സിന് മറ്റു പ്ലേസസിൽ ജോലി കിട്ടുകയാണെങ്കിൽ അവർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോവില്ല. ഇനി അല്ലെങ്കിൽ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് ശേഷവും അവർ അവരുടെ സീറ്റ് എംപ്റ്റി ആക്കിയിട്ട്, അതായത് ആ ജോലി സ്വീകരിക്കാതെ മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വരുന്ന വേക്കൻസീസ് വീണ്ടും അടുത്ത ഒരു റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിൽ മാത്രമാണ് ഫില്ല് ചെയ്യപ്പെടുകയുള്ളൂ. സോ ഇങ്ങനെ ഫിൽഡ് ആയിട്ട് വരാത്ത, അതായത് അൺഫിൽഡ് ആയിട്ടുള്ള വേക്കൻസികളൊക്കെ തന്നെ നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിലാണ് SSC അതിലേക്ക് ചേർത്ത് വിളിക്കുക. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈക്കിളിൽ അർഹതപ്പെട്ട ആൾക്കാർക്ക് വരെ ജോലി കിട്ടാതെ വരും അല്ലേ. സോ മെറിറ്റ് ലിസ്റ്റിൽ വന്നിട്ടും ചില മറ്റുള്ള കാൻഡിഡേറ്റ്സ് കാരണം ജോലി കിട്ടാതെ വരുന്നവർക്ക് ഒരു വർഷത്തേക്ക് കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനുള്ള ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്ന പുതിയ റൂൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂള് പ്രകാരം കൂടുതൽ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അതേ വർഷം തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അതായത് വെയിറ്റ് ലിസ്റ്റിൽ നിർത്തുകയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരികയോ ഒന്നും വരുന്നില്ല. വളരെ ഈസി ആയിട്ട് കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇവിടെ ഇനി റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ന്യൂസാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ഇതൊരു 2-3 പേജസ് ഉള്ളൊരു ഷോർട്ട് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അതിനു മുൻപ് ഈ രണ്ട് വാക്കുകൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇവിടെ നിങ്ങൾക്ക് ഫിക്സ് അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് പറയുന്നൊരു വാക്ക് കാണാം. സോ ഈ ഒരു വാക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചോളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ആക്ച്വൽ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കേസിലും എല്ലാ കാൻഡിഡേറ്റ്സും ചില സമയത്ത് SSCയുടെ എക്സാംസ് കഴിഞ്ഞ് അവർ ജോയിൻ ചെയ്യുന്നുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു MTS കിട്ടിയ ഒരാൾ ആ കൊല്ലം തന്നെ CHSL എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി ഹൈ പേയ്മെൻറ്റ് വരുന്ന CHSL ജോബിലേക്കായിരിക്കും അയാൾ അവിടെ അയാളുടെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ടാവുക അല്ലേ. സോ അങ്ങനെ അദ്ദേഹം പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് പോകുന്ന സമയത്ത് ഈ MTSൽ ഇയാളുടെ പുറകിൽ വന്നിരിക്കുന്ന ഒരാൾക്കാണ് അവസരം നഷ്ടമാവുന്നത്. കാരണം ഒറ്റ കാൻഡിഡേറ്റ് കാരണം മൾട്ടിപ്പിൾ സീറ്റുകൾ ഇവിടെ ബ്ലോക്ക്ഡ് ആയിട്ട് വരുന്നു. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ ഇവിടെ പരിഹാരം വരുന്നത്. അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ആരുടെയും സീറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇവിടെ ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ വേക്കൻസികളും അടുത്ത വർഷത്തിലേക്ക് ക്യാരി ഫോർവേഡ് ആകാതെ അതാത് വർഷത്തിൽ തന്നെ മാക്സിമം ഫില്ല് ചെയ്യാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്ന സ്റ്റെപ്പ്. ഓക്കെ, സോ അപ്പോൾ ആസ് എ റിസൾട്ട് ഡെഫിനറ്റ്ലി ഒരു വർഷത്തിൽ ഇത്രയും വേക്കൻസി റിലീസ് ചെയ്യും, അതിന് വേണ്ടി എക്സാം നടത്തും. ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടും ഇത്രയും നമ്പർ ഓഫ് ആൾക്കാർ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഷോർട്ടേജ് വരും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പരിഹാരമാണ് ഇത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് നമുക്ക് നോക്കാം. സോ ബേസിക്കലി നമ്മൾ ഒരാൾക്ക് ഒരു സീറ്റ് ലോക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരാൾക്ക് ആ സീറ്റ് തന്നെ ഫ്ലോട്ട് കൂടി ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മളിവിടെ സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം നിങ്ങളിപ്പം എഴുതുന്ന എക്സാം ഏതാണോ അതിൽ നിങ്ങളുടെ മെറിറ്റ് സ്കോർ, അതായത് നിങ്ങളുടെ റാങ്ക് സ്കോർ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് പോസ്റ്റ് കിട്ടുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ CGL എക്സാമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൂടി ഹയർ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CBIയിലെ ഇൻസ്പെക്ടർ ആകാം. അതേസമയം നിങ്ങളൊരു ടാക്സ് അസിസ്റ്റൻ്റ്
അസിസ്റ്റൻറ്റ് പോലെയുള്ള റോളാണ് നോക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ റാങ്ക് കുറച്ചും കൂടി താഴേക്ക് വരുമ്പോഴായിരിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ടാണ്, അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലെ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ടാണ് ഓരോ പോസ്റ്റും നിങ്ങൾക്കായിട്ട് അലോക്കേറ്റഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു മെക്കാനിസം വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇന്ന പോസ്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയുമ്പോൾ, അതായത് നിങ്ങളുടെ റാങ്കിനനുസരിച്ച് ഇന്ന പോസ്റ്റുകൾ നിങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഒന്നുകിൽ ആ പോസ്റ്റ് ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കും. ഓക്കെ, അപ്പോൾ ഫിക്സ് ചെയ്യുന്നതിനെ നമ്മൾ ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇതാണ് എനിക്ക് വേണ്ടത്, എനിക്കിനി ഒരു ചേഞ്ചും ആവശ്യമില്ല എന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നതാണ് ഈ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ഫ്ലോട്ടിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ എനിക്ക് ഈ പോസ്റ്റ് കുഴപ്പമില്ല, പക്ഷേ ഇതിൽ കൂടുതൽ വലിയ ഒരു ഹയർ പോസ്റ്റ് അവൈലബിൾ ആണെങ്കിൽ എനിക്ക് ആ പോസ്റ്റ് നിങ്ങൾ തന്നാൽ മതി എന്ന ഓപ്ഷനാണ് നമ്മളിവിടെ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് ആ ഒരു പോസ്റ്റിന് കൊടുക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പ്രിഫറൻസ് പോസ്റ്റിന് കൊടുക്കുന്നതെങ്കിൽ, അവിടെ ഇനി വേറെ വേക്കൻസീസ് അതിൻ്റെ എബവ് പോസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതവിടെ ലഭിക്കില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതേസമയം നിങ്ങൾ ഫ്ലോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുകളിലുള്ള പോസ്റ്റുകളിലേക്ക് വേക്കൻസി വരികയാണ്, അതായത് ആൾക്കാർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മുകളിലത്തെ പോസ്റ്റിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി വരും. ഓക്കെ, അപ്പോൾ ഇതിനൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് കൂടി ഉണ്ട്, അതും കൂടെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. സോ ബേസിക്കലി ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ലൈഡിംഗ് മെക്കാനിസം എന്നതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് പല സ്റ്റെപ്പുകളിലൂടെയാണ് ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിലത്തെ ഫസ്റ്റത്തെ റൗണ്ടിനെ നമ്മൾ ഇവിടേക്ക് ഫസ്റ്റ് റൗണ്ട് ഓഫ് ടെൻറ്റേറ്റീവ് അലോക്കേഷൻ എന്നാണ്, അല്ലെങ്കിൽ FRT എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു അലോക്കേഷൻ ഒരു സ്പെസിഫിക് വിൻഡോയിലായിരിക്കും നടക്കുന്നത്, അതായത് ഒരു ടൈം വിൻഡോയിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ മെറിറ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞ് പോസ്റ്റ് പ്രിഫറൻസിൻ്റെ ആ കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആയി കഴിഞ്ഞതിന് ശേഷം 10 ദിവസം, ജസ്റ്റ് 10 ദിവസം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു ടൈം ലിമിറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ പോയിട്ടില്ല, അതായത് നിങ്ങളുടെ പോസ്റ്റ് ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ യാതൊരു തരത്തിലുള്ള ജോലിയിലേക്കും പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ അലോക്കേഷൻ, അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ഓഫ് ടെൻറ്റേറ്റീവ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലോക്കേഷൻ നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് സോണിലാണോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്, സോ അവിടെയുള്ള റീജിയണൽ ഡയറക്ടേഴ്സിൻ്റെ ഓഫീസിലേക്ക് നിങ്ങൾ പോവുക. അവിടെ നിങ്ങളുടെ ആധാർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ നടത്തും. എന്നിട്ട് നിങ്ങൾക്കൊരു 10 days എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ടൈം വിൻഡോ. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ പ്രിഫറൻസ് നിങ്ങൾ പോയിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ബയോമെട്രിക് വെരിഫിക്കേഷൻ ആണ്. ഈ തന്നിരിക്കുന്ന ടൈം വിൻഡോയിൽ നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾ പ്രസൻറ്റ് ആയിട്ടില്ല, നിങ്ങൾ ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊത്തം ആ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത തന്നെ പോകും. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം. ഈ 10 days പീരീഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടാകണം. അവിടെ റെപ്രസെൻറ്റേഷനോ അല്ലാണ്ട് വേറെ എക്സ്പ്ലനേഷനോ ഒന്നും പറ്റില്ല, നിങ്ങൾ തന്നെ പേഴ്സണലി പോകേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫിക്സ് ഓപ്ഷനും എന്താണ് ഫ്ലോട്ട് ഓപ്ഷനും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ്, ഇൻകം ടാക്സിലെ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് നിങ്ങളുടെ മെറിറ്റിനനുസരിച്ച് നിങ്ങൾക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പോസ്റ്റിൽ ഹാപ്പിയാണ്, എനിക്ക് പ്രശ്നമില്ല എന്നാണ് നിങ്ങളുടെ ഒപ്പീനിയൻ എങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് ഫിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയല്ല, ഞാൻ പഠിച്ചത് ഈ പോസ്റ്റിന് വേണ്ടിയാണ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കിത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഫ്ലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഈ പോസ്റ്റ് എനിക്ക് കുഴപ്പമില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിനേക്കാളും ബെറ്റർ പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ മുകളിലേക്ക് വിട്ടോളൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങളുടെ മുകളിലുള്ള വേക്കൻസി ഫില്ലാവാതെ വരുമ്പോൾ നിങ്ങൾക്ക് ആ പോസ്റ്റ് കിട്ടും. പക്ഷേ ആ പോസ്റ്റ് നിങ്ങൾക്ക് വേണ്ട, അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അലോക്കേറ്റ് ആവുന്ന പോസ്റ്റാണ്. എനിക്ക് ഇന്ന് എൻ്റെ പഴയ ഫ്ലോട്ട്, അതായത് ആദ്യം കിട്ടിയ പോസ്റ്റ് തന്നെ മതിയെന്ന് പറഞ്ഞാൽ അതിവിടെ നടക്കില്ല. അപ്പോൾ നിങ്ങൾ ഫിക്സ് ചെയ്ത പോസ്റ്റും അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റും
നിങ്ങൾക്ക് വേക്കൻസി ഫില്ലാവാത്തത് കാരണം കിട്ടിയ ആ വലിയ ഹയർ പോസ്റ്റും രണ്ടും നിങ്ങൾക്ക് നഷ്ടമാവും. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇതിനെയാണ് നമ്മൾ ഫിക്സ് അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ ബേസിക്കലി എങ്ങനെയാണ് ഈ സ്ലൈഡിംഗ് വിൻഡോ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ റീജിയണൽ ഡിവിഷണൽ ഡയറക്ടറിൻ്റെ ഓഫീസിലേക്ക് പോവുക. അവിടെ ചെന്നിട്ട് ആധാർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ ആയിരിക്കും എടുക്കേണ്ടത്. ചെല്ലാത്തവർക്ക് യാതൊരു ഓപ്പർച്യൂണിറ്റിയും ഉണ്ടാവില്ല. നിങ്ങൾ ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി വേണ്ട എന്ന് സിസ്റ്റം വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ജോലി കംപ്ലീറ്റ് ആയിട്ട് പോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള മെറിറ്റ് റാങ്ക് ബേസ്ഡ് ആയിട്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ മുകളിലുള്ള റാങ്കിലുള്ള ആൾക്കാർക്ക് ജോലി വേണ്ട, അവരുടെ പ്രിഫറൻസ് ഓർഡർ വെച്ചിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും ജോലി കിട്ടി, അല്ലെങ്കിൽ അവർ ഫർദർ അപ്ഗ്രേഡ് ചെയ്ത് പോയിന്നുണ്ടെങ്കിൽ ഒക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയുള്ളൂ. സോ ഫൈനൽ ഒരു മെറിറ്റ് ലിസ്റ്റ് വരും, അതിനുശേഷം ഇൻറ്റിമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഫിക്സ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഫർദർ അപ്ഗ്രഡേഷൻ അലൗഡ് ആയിരിക്കില്ല. അവർ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വേക്കൻസി ഫിക്സ്ഡിൽ വരുന്ന ബാക്കി വേക്കൻസി നെക്സ്റ്റ് സൈക്കിളിലേക്ക് പോകും. ഫ്ലോട്ടിൽ വരുന്ന വേക്കൻസികളാണ് വീണ്ടും ഫ്രണ്ടിലേക്ക് പോയിട്ട് വരുന്നത്. സോ മാക്സിമം ഫിക്സ്ഡ് ആയിട്ടുള്ളവർ ജോയിൻ ചെയ്യാതെ വരുന്ന വേക്കൻസികളൊക്കെ ഫ്ലോട്ടിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് വന്നിട്ട് ഫില്ലാകും. ക്ലിയർ ആയല്ലോ? സോ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ജോലി അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ജോലി ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ അത് എന്താണെങ്കിലും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവണം, അത് മാൻഡേറ്ററി ആണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ടൈം ലൈൻ ആണ്. സോ അപ്പോൾ ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന ഷോർട്ട് നോട്ടീസ് പ്രകാരം അപ്രോക്സിമേറ്റ്ലി 10 days എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ ലീവാണ്, നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്റ്റൻഷൻ ഒന്നും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, ഇത് ബാഡ് ആണെന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഇത് നന്നായിട്ട് നടക്കുകയാണെങ്കിൽ ഇത് നല്ല കാര്യം തന്നെയാണ്. സോ കാരണം മാക്സിമം വേക്കൻസീസ് ഒറ്റ സൈക്കിളിൽ തന്നെ ഫില്ല് ചെയ്യപ്പെടാനായിട്ട്, മാക്സിമം റിക്രൂട്ട്മെൻറ്റ് എഫിഷ്യൻസി കൂടാനായിട്ട് ഇത് സാധിക്കും. ഇനി അതുകൊണ്ട് തന്നെ ഈ വർഷം ഈ ജോലിക്ക് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മേ ബി മെറിറ്റിൽ വന്നിട്ടും ചില സമയത്ത് വേക്കൻസീസിൽ അല്ലെങ്കിൽ മുകളിലുള്ള ഒരാൾ കാരണം ചില സ്റ്റുഡൻസ് വന്നിട്ട് ജോലി എടുക്കാത്തത് കാരണം അവരുടെ ഈ വർഷത്തെ ജോലി മിസ്സാവുന്ന ആൾക്കാർക്ക് ഈസിലി ഈ വർഷം തന്നെ ജോലി ഉറപ്പാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ കഴിഞ്ഞ ഉണ്ടായിരുന്ന സിസ്റ്റവും ഈ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസും കൂടെ നമ്മളിതാ ഇവിടെ നോക്കിയിട്ടുണ്ട്. സോ ഈ സ്ലൈഡിംഗ് മെക്കാനിസം വരുന്നതിന് മുൻപും വരുന്നതിന് ശേഷമുള്ള മേജർ ഡിഫറൻസസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇതിന് മുൻപ് വേക്കൻസീസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാൻഡിഡേറ്റ് ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബാക്കി വരുന്ന വേക്കൻസി ഒക്കെ വേസ്റ്റ് ആയിപ്പോയി അടുത്ത വർഷത്തേക്ക് പോകും. എന്നാൽ ഇവിടെ മാക്സിമം ഫില്ലിങ് ഇവർ എൻഷുർ ചെയ്യും. ഓക്കെ, സോ ഇനി വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ കേസിൽ ഇവിടേക്ക് വരുമ്പം വെയിറ്റിംഗ് ലിസ്റ്റ് ഫ്രീക്വൻ്റ്ലി താഴെ നിന്ന് വരുന്ന, അതായത് ഫ്ലോട്ട് കാൻഡിഡേറ്റ്സ് വഴി ഫില്ല് ചെയ്യപ്പെടും. ഓക്കെ, സോ നൗ ഇതിൻ്റെ വെരിഫിക്കേഷൻ, സോ മാക്സിമം ആയിട്ടുള്ള വേക്കൻസി ഫുൾഫിൽമെൻറ്റ് വരുന്നതും ഈ ഒരു മെക്കാനിസത്തിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഇതാ ഇപ്പോൾ റിലീസ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതുപോലെ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം. ചിലപ്പം നിങ്ങളുടെ ചാനൽ സ്ഥിരം കാണുമ്പോൾ അതിൻ്റെ വീഡിയോസ് ചിലപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫീഡിൽ വരും. പക്ഷേ അതുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തണം എന്ന് നിർബന്ധമില്ല. ചാനൽ ഫോളോ ചെയ്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻസിൻ്റെ ബട്ടൺ കൂടി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ചാനലിൽ നിന്ന് വരുന്ന എല്ലാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 days പീരിയഡിൽ നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജോലി തന്നെ നഷ്ടമാകും. നമ്മളത് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം എൻറ്റയർ ഫ്യൂച്ചർ ബ്ലാക്കായി പോകുന്നത് അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. സോ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽഡ് നോട്ടീസസ് ഒക്കെ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിലും ഞാൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതെൻ്റെ ടെലഗ്രാം ID ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. ഇനി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് എന്നെ ആക്സസ് ചെയ്യാം. സോ ശില്പ മാംസ് ക്ലാസ്സസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ID-യിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായി വീണ്ടും ചാനൽ ഫോളോ ചെയ്യും. ഇനി എന്തെങ്കിലും സജഷൻസോ ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോമെൻ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.